friends, welcome back to my channel. So, I will discuss FIUGP Calicut University first sem minor B mathematical logic and set theory combinations in the paper first module ആയിട്ടുള്ള mathematical logic എന്ന് പറയുന്ന മൊഡ്യൂളിലെ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രൊപ്പോസിഷൻസ് ആയിരുന്നു. അതായത് ഫസ്റ്റില് 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്നുള്ള 3 പ്രൊപ്പോസിഷൻസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള 2 പ്രൊപ്പോസിഷൻസിനെ കുറിച്ചിട്ടും അതിന്റെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടും ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രൊപ്പോസിഷൻ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോസിഷൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Two propositions P and Q can be combined to form statements of the form if P then Q. Such a statement is an implication denoted by P implies Q. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് P എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ് ആൻഡ് Q എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത പ്രൊപ്പോസിഷൻ ആണ്. അപ്പം ഈ 2 പ്രൊപ്പോസിഷൻസും കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടാവും, ഫോം ചെയ്യും. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രൊപ്പോസിഷൻസ് എന്ന് പറയാ. ബട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് if P then Q എന്നുള്ള ഫോമിലായിരിക്കും. സോ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഇംപ്ലിക്കേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ സിമ്പൽ ആണ്. അതായത് ഒരു ആരോ മാർക്ക് സിമ്പലിലാണ് നമ്മൾ ഇംപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ P implies Q എന്നതാണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് ഇപ്പം നമ്മൾ പറഞ്ഞു if P then Q എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ ഇംപ്ലിക്കേഷനെ എഴുതും. ആൻഡ് അതല്ലാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള 6 ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്യും. സോ ആ 6 ഫോം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ if P then Q, അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് രണ്ടാമത്തെ ഫോം ആണ് if P, Q. then തേർഡ് വൺ P implies Q എന്നുള്ള ഫോമിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ P only if Q എന്നുള്ള ഫോമിൽ വരാം. ആൻഡ് ഫിഫ്ത്ത് വൺ Q if P. ആൻഡ് സിക്സ്ത് P sufficient for Q. ആൻഡ് സെവൻത്ത് Q is necessary for Q. സോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇംപ്ലിക്കേഷന്റെ വെറൈറ്റി വേസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വേസിലൊക്കെ മേ ബി നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ വേകളിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഒരു വേയിൽ നമ്മൾ ഇംപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ നമ്മൾ ഏതൊക്കെ വേസിലാണ് ഇംപ്ലിക്കേഷൻ ഒക്വർ ചെയ്യുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംപ്ലിക്കേഷന്റെ ട്രൂത്ത് ടേബിൾ ആണ്. സോ അതിനു മുന്നേ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാനുണ്ട്. സോ ഇംപ്ലിക്കേഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആർബിട്രറി പ്രൊപ്പോസിഷൻ ആണ്. അതായത് P എന്ന് പറയുന്നത് if triangle ABC is equilateral, Q if triangle ABC is isosceles. സോ ഈ P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും ആയിട്ടുള്ള 2 ആർബിട്രറി പ്രൊപ്പോസിഷൻസിന് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ഇതിന് നമുക്ക് ഇംപ്ലിക്കേഷന്റെ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സോ P implies Q if triangle ABC is equilateral, then it is isosceles. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇംപ്ലിക്കേഷന്റെ വെറൈറ്റി വേസ്. ആ ഏത് വേസിലൂടെയും നമുക്ക് ഇംപ്ലിക്കേഷനെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദെൻ ഇനി നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിളിലോട്ട് കടക്കാം. സോ ട്രൂത്ത് ടേബിൾ ഓഫ് ഇംപ്ലിക്കേഷൻ ആണ് മസ്റ്റ് ആയിട്ടും പഠിച്ചു. ഞാൻ മുന്നേ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള 3 പ്രൊപ്പോസിഷൻസിന്റെ ട്രൂത്ത് ടേബിൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ അതേപോലെ തന്നെ ഈ ഇംപ്ലിക്കേഷന്റെ ട്രൂത്ത് ടേബിളും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് നമുക്ക് അത് നോക്കാം. സോ P എന്ന് പറയുന്ന ഫസ്റ്റ് ആർബിട്രറി പ്രൊപ്പോസിഷൻ ആണ്. അതിൽ T ആണ്, അതായത് ഫസ്റ്റ് ലൈനിൽ നമുക്ക് T ആണ്, അതായത് ട്രൂ ആണ്. ആൻഡ് Q നോക്കുന്ന സമയത്ത് ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ P implies Q എന്ന് പറയുന്നത് ഓൾസോ ട്രൂ ആണ്.
ദെൻ രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ പി വരുന്നത് ട്രൂ ആണ്, ക്യൂ വരുന്നത് ഫോൾസ് ആണ്. അപ്പം എന്ത് വരും? പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ദെൻ തേർഡ് കേസിൽ നമ്മൾ നോക്കുകയാണ്. പി എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ ദെൻ ഫോർത്ത് കേസ് പി എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. അത് നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് അതായത് ഈ 4 കേസിൽ നിന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റിലെ പ്രൊപ്പോസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ ആർബിട്രറി പ്രൊപ്പോസിഷൻ ട്രൂ ആണ് ആൻഡ് സെക്കൻഡ് തന്നിട്ടുള്ള ആർബിട്രറി പ്രൊപ്പോസിഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ട്രൂത്ത് ടേബിളിന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇംപ്ലിക്കേഷന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ്. 3 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ കോൺവേഴ്സ്, സെക്കൻഡ് വൺ ഇൻവേഴ്സ് ആൻഡ് തേർഡ് വൺ കോൺട്രാപോസിറ്റീവ്. സോ എന്താണ് കോൺവേഴ്സ് എന്നാണ് നോക്കേണ്ടത്. അതായത് ഇംപ്ലിക്കേഷൻ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ എന്നതാണ് ഇംപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്യുക. കോൺവേഴ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് ക്യൂ ഇംപ്ലൈസ് പി, അതായത് നേരെ ഇൻവേർട്ടഡ് ഫോം ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഫോം. അതായത് മറ്റേത് പി ഇംപ്ലൈസ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ കോൺവേഴ്സ് ക്യൂ ഇംപ്ലൈസ് പി ആണ്. ദെൻ അടുത്തതാണ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ഓക്കെ, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നതാണ് ഇൻവേഴ്സ് വരുന്നത്. ആൻഡ് കോൺട്രാപോസിറ്റീവ് ആണ്. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അതായത് കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷന് നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫോം. ഓക്കെ, ദെൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ, അതായത് ഇംപ്ലിക്കേഷന് നെഗേഷൻ കൊണ്ടുവരുമ്പം എന്ത് ഫോമാണ് കിട്ടുന്നത് അതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഇൻവേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നുള്ള ഫോം. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനത്തെ ഇതിന് കണക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മേ ബി എക്സാമിന് വരാം. ആൻഡ് നമുക്ക് ഈ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവിന്റെ എക്സാമ്പിളിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് ആയിട്ട് ലെറ്റ് പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത്? ഇംപ്ലിക്കേഷൻ ആണ്. സോ ലെറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഇഫ് triangle ABC is equilateral then it is isosceles. Okay, ഇതാണ് നമ്മുടെ P implies Q, അതായത് ഇംപ്ലിക്കേഷന് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. then അതിന്റെ കോൺവേഴ്സ് ഫോം ആണ് നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത്. എങ്ങനെയാണ് കോൺവേഴ്സ് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇംപ്ലിക്കേഷനിൽ ഫസ്റ്റ് പി ആണ് എന്നുണ്ടെങ്കിൽ കോൺവേഴ്സിൽ ഫസ്റ്റ് ക്യൂ ആയിരിക്കും വരും. സോ അങ്ങനത്തെ ഫോമിൽ, അതായത് ഇപ്പം ഇംപ്ലിക്കേഷന്റെ കേസ് നോക്കുന്ന ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വലാട്രൽ എന്നതാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് then it is isosceles എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സോ ആ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഇൻവേർട്ടഡ് ഫോമിലോട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പം എങ്ങനെ വരും? ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ്, ഇവിടെ ഇംപ്ലിക്കേഷൻ കേസിൽ ഈ ഇക്വലാട്രൽ ആയിരുന്നു ഫസ്റ്റ് സെന്റൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനെ നേരെ ഇൻവേർട്ടഡ് ഫോം ആവുമ്പോൾ ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസിലസ് then it is equilateral, അങ്ങനെയാണ് വരിക. ഓക്കെ ഓക്കെ ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇൻവേഴ്സിന്റെ ഫോം ആണ്. ഇൻവേഴ്സ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇൻവേഴ്സിന്റെ ഡിനോട്ട്, അതായത് എങ്ങനെ ഡിനോട്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുക. സോ അപ്പം എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചാൽ ഇംപ്ലിക്കേഷന്റെ നേരെ നെഗേഷൻ ഫോം ആയിരിക്കും ഇൻവേഴ്സിൽ വരും. അതായത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വലാട്രൽ then it is isosceles. സോ ഇതിന്റെ നേരെ നെഗേഷൻ ഫോം എങ്ങനെയായിരിക്കും? ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട്, നമുക്കറിയാം നെഗേഷൻ എന്ന് പറയുന്നത് നോട്ട് എന്നുള്ള കണക്ഷൻ വേർഡ്, അതായത് കണക്റ്റീവ് കൊണ്ടാണ് നെഗേഷനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട് ഇക്വലാട്രൽ then it is not isosceles. Okay, triangle ABC is not equilateral then it is not isosceles. Okay, then അടുത്തത് നമുക്ക് കോൺട്രാപോസിറ്റീവ് നോക്കാം. കോൺട്രാപോസിറ്റീവിന്റെ ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നുള്ളതാണ് കോൺട്രാപോസിറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു ഫോമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ അതെങ്ങനെ വരും എന്ന് വെച്ചാൽ
ഇൻവേഴ്സിന്റെ നേരെ ഇൻവേർട്ടഡ് ഫോം. ഓക്കെ, അതെങ്ങനെ വരിക? അതായത് ഇൻവേഴ്സിൽ നമ്മൾക്കറിയാം ഇങ്ങനെയായിരുന്നു, ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട് ഇക്വലാറ്ററൽ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കോൺട്രാ പോസിറ്റീവിന്റെ കേസിൽ വരുമ്പോൾ ഐസോസിലസ് ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് നോട്ട് ഇക്വലാറ്ററൽ. ഓക്കെ, അങ്ങനത്തെ ഫോമിലായിരിക്കും കോൺട്രാ പോസിറ്റീവ് വരിക. അപ്പം കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിന്റെ ഡിനോട്ടേഷൻ എങ്ങനെയാണ് എന്നും മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തിലോട്ട് കടക്കാം. അടുത്ത പ്രൊപ്പോസിഷൻ ആണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് അടുത്ത പ്രൊപ്പോസിഷൻ, അതായത് 5th പ്രൊപ്പോസിഷൻ. സോ അതിന്റെ എങ്ങനെയാണ് അതിന്റെ സിമ്പിൾ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതായത് ഒരു ആരോ മാർക്കാണ്, രണ്ട് ഭാഗത്തേക്കും പോകുന്ന ആരോ മാർക്കാണ്. ഓക്കെ, അതായത് റിവേഴ്സ് ഡയറക്ഷനിലോട്ടും വരും ആൻഡ് ഫോർവേഡ് ഡയറക്ഷനിലോട്ടും പോകുന്നുണ്ട്. ഫോർവേഡ് റിവേഴ്സ് മൊത്തത്തിൽ അഡീഷൻ ചെയ്തിട്ടുള്ള ഒരു ആരോ മാർക്ക് മോഡലിലാണ് നമുക്ക് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ സിമ്പിൾ വരുന്നത്. ഓക്കെ, സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, two propositions P and Q can be combined using connective if and only if the resulting proposition P if and only if Q is a conjunction of two implications. ഒന്നാമത്തെ P if only if Q, then two P if Q. Accordingly, it is called biconditional statement. Symbol by ഈ ഒരു സിമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ആണ്. Then P implies Q means the same as P biconditional statement Q means as same as P implies Q. ഇവിടെ ഒരു കൺജങ്ഷൻ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കൺജങ്ഷൻ, അതായത് P implies Q കൺജങ്ഷൻ Q implies P എന്നുള്ള ഫോമിലാണ് വരും. ഓക്കെ, ഓക്കെ, P implies Q കൺജങ്ഷൻ Q implies P എന്നുള്ള ഫോമിലാണ് നമ്മുടെ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിനെ എഴുതുക. സോ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം P ആൻഡ് Q എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രൊപ്പോസിഷൻസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് എന്ത് യൂസ് ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇഫ് ആൻഡ് ഇഫ് ഓൺലി, അതായത് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ നമ്മൾ 2 പ്രൊപ്പോസിഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണക്റ്റീവ് വേർഡിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള കണക്റ്റീവ് കൊണ്ടാണ് നമ്മൾ രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷനെ കമ്പൈൻ ചെയ്യുന്നത് എന്നാണ് ഏതിന്റെ കേസിൽ, ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ. ഓക്കെ, സോ എങ്ങനെയാണ്, അപ്പം അതാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ട് ഇംപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ ഇംപ്ലിക്കേഷൻ ആണ്? P implies Q എന്ന് പറയുന്നതും കൺജങ്ഷൻ Q implies P എന്ന് പറയുന്നതും കൂടി അതിന്റെ കൺജങ്ഷൻ ഫോം ആണ് ശരിക്കും ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ഒരു ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിളിലോട്ട് കിടക്കാം. സോ നമ്മൾ മുന്നേ തന്നിട്ടുള്ള എല്ലാ എക്സാമ്പിൾസിനെയും അതുപോലെ തന്നെ രണ്ട് പ്രൊപ്പോസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, P Q എന്ന് പറയുന്ന രണ്ട് പ്രൊപ്പോസിഷൻസ്. സോ P എന്ന് പറയുന്നത് ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വലാറ്ററൽ ആണ്. ദെൻ Q എന്ന് പറയുന്നത് ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വൈ ആംഗുലാർ. ദെൻ നമുക്ക് അതിന്റെ ബൈ കണ്ടീഷണൽ ഫോം ആണ് നമുക്ക് എഴുതാനുള്ളത്. സോ P ബൈ കണ്ടീഷണൽ Q എങ്ങനെയാണ് വരിക? നമുക്കറിയാം ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു കണക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷനെ നമ്മൾ എന്താണ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. സോ P if and only if. അപ്പൊ നമുക്ക് നോക്കാം. P എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വലാറ്ററൽ. ദെൻ Q എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വൈ ആംഗുലാർ. ദെൻ അപ്പം ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വലാറ്ററൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. സോ ഈ ഒരു കണക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ്, അത് നമ്മൾ ഓർത്ത് വെക്കണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇക്വൈ ആംഗുലാർ എന്നിങ്ങനെയാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക്
ഇതിന്റെ ട്രൂത്ത് ടേബിളിലോട്ട് പോകാം. സോ ഒരു ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് ടേബിളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റു പ്രൊപ്പോസിഷൻസിനെ പോലെ തന്നെ ഈ ഒരു ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് ടേബിളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇവിടെ രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് പി ദെൻ ക്യൂ. സോ പി ഇംപ്ലൈസ് ക്യൂ കാണാണ്ട് ക്യൂ ഇംപ്ലൈസ് പി കാണാണ്ട് ദെൻ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. സോ ഫസ്റ്റ് പി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്. ദെൻ പി ഇംപ്ലൈസ് ക്യൂ ഓൾസോ ട്രൂ. അത് നമ്മൾ ഇംപ്ലിക്കേഷന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ക്യൂ ഇംപ്ലൈസ് പി ആണ്, അതും ഓൾസോ ട്രൂ ആയിരിക്കും. അതായത് ക്യൂ ഇംപ്ലൈസ് പിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂ ട്രൂ ആണ്, പിയും ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓൾസോ ക്യൂ ഇംപ്ലൈസ് പിയും ട്രൂ ആയിരിക്കും. ദെൻ പി ഇംപ്ലൈസ് ക്യൂ, അതായത് നമുക്കറിയാം പി ഇംപ്ലൈസ് അല്ല, പി ബൈ കണ്ടീഷണൽ ക്യൂ. സോ ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂന്റെയും ക്യൂ ഇംപ്ലൈസ് പിന്റെയും കൺജങ്ഷൻ ഫോം ആണെന്ന് അറിയാം. സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ അതിന്റെ കൺജങ്ഷൻ ഫോം ഓൾസോ ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ. ദെൻ സെക്കൻഡ് കേസ് ആണ്. സെക്കൻഡ് കേസിൽ പി എന്ന് പറയുന്നത് ട്രൂ ആണ്, ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ്. നമുക്കറിയാം ട്രൂ ഫസ്റ്റത്തെ പ്രൊപ്പോസിഷൻ ട്രൂവും രണ്ടാമത്തെ എഫും അതായത് ഫോൾസും വന്നാൽ ഓൾസോ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ദെൻ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും, അതായത് ക്യൂ എഫും പി ട്രൂവും എന്നുള്ള ഫോമിലായിരിക്കും. സോ ക്യൂ ഇംപ്ലൈസ് പി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ദെൻ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട്, അതായത് പി ഇംപ്ലൈസ് ക്യൂന്റെയും ക്യൂ ഇംപ്ലൈസ് പിന്റെയും കൺജങ്ഷൻ, അതായത് കൺജങ്ഷന്റെ കേസിൽ രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻ ട്രൂ ആയാൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവുള്ളൂ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രൂ അല്ല, അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്തല്ല, ട്രൂ അല്ല. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പി ഇംപ്ലൈസ് പി ബൈ കണ്ടീഷണൽ ക്യൂ എന്തല്ല, ട്രൂ അല്ല, ഫോൾസ് ആണ്. ദെൻ തേർഡ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഫോൾസ് ആണ്, ക്യൂ ട്രൂ ആണ്. അപ്പം പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും, ക്യൂ ഇംപ്ലൈസ് പി ഫോൾസ് ആയിരിക്കും. ദെൻ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ കൺജങ്ഷൻ വെച്ചിട്ടാണ് കാണേണ്ടത്, അതായത് പി ഇംപ്ലൈസ് ക്യൂന്റെയും ക്യൂ ഇംപ്ലൈസ് പിന്റെയും കൺജങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നത് കാണുന്നത്. ദെൻ ഫോർത്ത് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഫോൾസ് ആണ്, ക്യൂവും ഫോൾസ് ആണ്. സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ, ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നതും ട്രൂ ആണ്. ദെൻ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നതും ട്രൂ ആണ്. സോ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് ടേബിൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് പഠിക്കാൻ. ആൻഡ് നമുക്ക് ഈ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇംപ്ലിക്കേഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെയും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോട്ടോളജി. ഓക്കെ, ടോട്ടോളജി ആണ്. ടോട്ടോളജി അതിന്റെ ടോട്ടോളജിയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈസ് കമ്പയർഡ് പ്രൊപ്പോസിഷൻ ഈസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഓൾവേസ് ട്രൂ. അതായത് ഒരു പ്രൊപ്പോസിഷൻ, രണ്ട് പ്രൊപ്പോസിഷൻ തന്നു, അത് എപ്പോഴും എല്ലായ്പ്പോഴും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി കൺജങ്ഷൻ നെഗേഷൻ പി ആണ്. സോ നമ്മൾ അതിന്റെ ട്രൂത്ത് ടേബിൾ ഫസ്റ്റ് വരയ്ക്കുക. പി വരച്ചു, ദെൻ നെഗേഷൻ പി കാണാണ്ട് നെഗേഷൻ പി എഴുതി. ദെൻ അടുത്തത് പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ പി. സോ പി എന്ന് പറയുന്നത് ട്രൂ ആണ്, നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആണ് ഫസ്റ്റത്തെ കേസിലാണ്. സോ അവിടെ എന്തായിരിക്കും? പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ദെൻ അടുത്തത് രണ്ടാമത്തെ കേസിൽ പി ഫോൾസ് ആണ്, നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ പി എന്ന് പറയുന്നത് ഓൾസോ ട്രൂ ആയിരിക്കും. സോ ഇത്രയാണ് ടോട്ടോളജി. ടോട്ടോളജി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഓൾവേസ് ട്രൂ. ഓക്കെ, എപ്പോഴും എന്തായിരിക്കും? ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ട്രൂ ആണ് ആൻഡ് ഓൾസോ ഇതും ട്രൂ ആണ്. അപ്പം ഇത് എക്സാമ്പിൾ ഫോർ ടോട്ടോളജി. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഓൾവേസ് ഫോൾസ്. അതായത് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും എന്നുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പി കൺജങ്ഷൻ നെഗേഷൻ പി ആണ്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കും. അതിൽ പിന്റെ ഫസ്റ്റത്തെ കേസിൽ ട്രൂ ആണ്, നെഗേഷൻ പി ഫോൾസ് ആണ്. സോ പി കൺജങ്ഷൻ നെഗേഷൻ പി ഓൾസോ ഫോൾസ്. ദെൻ അടുത്ത കേസ് നോക്കുകയാണ്, പി ഫോൾസ് ആണ്, നെഗേഷൻ പി ട്രൂ ആണ്. ദെൻ പി കൺജങ്ഷൻ നെഗേഷൻ പി ഓൾസോ ഫോൾസ്. ഓക്കെ, സോ കോൺട്രാഡിക്ഷൻ എക്സാമ്പിൾ ആണിത്.
ഇവിടെയും false ആണ് and also ഇവിടെയും false ആണ്. So it is example for contradiction. Then third classification ആണ് contingency എന്ന് പറയുന്നത്. Contingency പറഞ്ഞാൽ neither tautology nor contradiction എന്നാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അതായത് ഒന്നെങ്കിൽ tautology ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ contradiction. അതായത് കുറച്ച് കോമൺ പ്രൊപ്പോസിഷൻ tautology ആൻഡ് ബാക്കിയുള്ള കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോമൺ പ്രൊപ്പോസിഷൻ കോൺട്രഡിക്ഷനും ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നോക്കാം. പി നെഗേഷൻ പി ക്യൂ നെഗേഷൻ ക്യൂ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് കാണാനുള്ളത് നമുക്ക്. സോ ഫസ്റ്റ് കേസിൽ പി ട്രൂ ആണ്, നെഗേഷൻ പി ഫോൾസ് ആണ്. ക്യൂ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നെഗേഷൻ ക്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. സോ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ഓൾസോ ഫോൾസ് ആയിരിക്കും. അതെങ്ങനെ വെച്ചാൽ നമ്മൾ നെഗേഷൻ പിന്നെയും നെഗേഷൻ ക്യൂവിൻ്റെയും ഡിസ്റ്റിങ്ഷൻ എടുക്കുക. നെഗേഷൻ പി ഫോൾസ് ആണ്, സോ ഓൾസോ നെഗേഷൻ ക്യൂവും ഫോൾസ് ആണ്. അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും കിട്ടുക. ദെൻ സെക്കൻഡ് കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ പി ട്രൂ ആണ്, നെഗേഷൻ പി ഫോൾസ് ആണ്, ക്യൂ ഫോൾസ് ആണ്, നെഗേഷൻ ക്യൂ ട്രൂ ആണ്. ദെൻ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ തേർഡ് കേസ് പി ഫോൾസ് ആണ്, നെഗേഷൻ പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്, ദെൻ നെഗേഷൻ ക്യൂ ഫോൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ദെൻ ഫോർത്ത് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഫോൾസ് ആണ്, നെഗേഷൻ പി ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആണ്, നെഗേഷൻ ക്യൂ ട്രൂ ആണ്, ദെൻ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നന്നായിട്ട് നോക്കി പഠിക്കാവുന്ന ട്രൂത്ത് ടേബിളേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ ആണ്. ദെൻ ഇനി നമുക്ക് കുറച്ച്, അതായത് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള എല്ലാ പ്രൊപ്പോസിഷൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ലെറ്റ് ടി be a tautology and P an arbitrary proposition. So T എന്ന് പറയുന്നത് tautology, then P എന്ന് പറയുന്നത് arbitrary proposition. Give the truth value of each proposition. അതായത് നമുക്ക് രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതിന്റെ മൂന്ന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിന്റെ ട്രൂത്ത് വാല്യൂ കാണാൻ, അല്ലാന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിൾ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ടി എന്ന് പറയുന്നത്. നമുക്കറിയാം ടി എന്ന് പറയുന്നത് ടോട്ടോളജി ആണ്. സോ ടോട്ടോളജി എന്ന് നമുക്ക് മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടോട്ടോളജിന്റെ കേസിൽ നമ്മുടെ ആർബിട്രറി പ്രൊപ്പോസിഷൻസ് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് പി എന്ന് പറഞ്ഞത് ആർബിട്രറി പ്രൊപ്പോസിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നെഗേഷൻ പി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. പി കാണുക, ദെൻ നെഗേഷൻ പി കാണുക, ദെൻ ടോട്ടോളജി എന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ, സോ ട്രൂ ആയിരിക്കും. ദെൻ അതിൻ്റെ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ ടി കാണും. ഓക്കെ, അപ്പം ട്രൂ ആയിരിക്കും വരിക. ദെൻ സെക്കൻഡ് എക്സാമ്പിളിലോട്ട് പോയാൽ നെഗേഷൻ ടി കൺജങ്ഷൻ പി എന്നുള്ള ഫോമിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ടി കാണുകയാണ്. ടി എങ്ങനെയാണ് കാണല്? നമുക്കറിയാം ടി എന്ന് പറഞ്ഞത് ഓൾവേസ് ട്രൂ. അപ്പം ആർബിട്രറി പ്രൊപ്പോസിഷൻസ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ദെൻ നെഗേഷൻ ടി ആകുമ്പോൾ ഈ ടീൻ്റെ നേരെ നോട്ട് ഫോം, അതായത് ഓപ്പോസിറ്റ് ഫോം, അപ്പം ഫോൾസ് ആയിരിക്കും. ദെൻ പി വരികയാണെന്നുണ്ടെങ്കിൽ ടി എഫ്, അതായത് പി എന്ന് പറഞ്ഞത് ഒരു ആർബിട്രറി പ്രൊപ്പോസിഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ നമുക്ക് നെഗേഷൻ ടി കൺജങ്ഷൻ പി അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. സോ അതെന്തായാലും രണ്ടും ഫോൾസ്, അതായത് ഇതെന്താണ്? ഒരു കോൺട്രാഡിക്ഷൻ എക്സാമ്പിൾ ആണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിലുള്ള എല്ലാ ആർബിട്രറി പ്രൊപ്പോസിഷനും ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പി ഉണ്ട്, നെഗേഷൻ പി ഉണ്ട്, ക്യൂ ഉണ്ട്, നെഗേഷൻ ക്യൂ ഉണ്ട്, നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ ഉണ്ട്. സോ ഫസ്റ്റ് കേസിൽ പി ട്രൂ ആണ്, നെഗേഷൻ പി ഫോൾസ്, ക്യൂ ട്രൂ ആണ്, നെഗേഷൻ ക്യൂ ഫോൾസ്. സോ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ട്രൂ ആണ്, നെഗേഷൻ പി ഫോൾസ് ആണ്, ക്യൂ ഫോൾസ് ആണ്, നെഗേഷൻ ക്യൂ ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് കേസ് പി എന്ന് പറഞ്ഞത് ഫോൾസ്, ദെൻ നെഗേഷൻ പി എന്ന് പറഞ്ഞത് ട്രൂ, ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്, നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ ഓൾസോ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ ഫോർത്ത് കേസ് ആണ് പി ഫോൾസ് ആണ്, നെഗേഷൻ പി ട്രൂ ആണ്, ദെൻ ക്യൂ ഫോൾസ് ആണ്, നെഗേഷൻ ക്യൂ ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്.
സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ, താങ്ക് യു.